വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജേർണലിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബിഗിനേഴ്സ് ആയിട്ട് ആർക്കെങ്കിലും ജേർണലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിവായോ നമുക്കിന്ന് ഒരുമിച്ച് ഒരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്രിഡ് ലൈൻ നോട്ട്ബുക്കാണ്. സോ ഇതിൽ ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഒരു പ്ലെയിൻ ആയിട്ടൊരു നോട്ട്ബുക്ക് വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനൊരു പുതിയൊരു നോട്ട്ബുക്ക് മേടിച്ചു. അതാണിത്, ഈ കാണുന്ന നോട്ട്ബുക്ക്. ഇതിന്റെ ബ്രാൻഡ് നെയിം ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതിന്റെ ഫ്ലവറും ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ കളറും ഒരേപോലത്തെ കളറാണ്, പർപ്പിൾ. ഓക്കെ, ഈ ബുക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ജേർണൽ സ്റ്റാർട്ട്. ഈ ജേർണൽ നോട്ട്ബുക്ക് മേടിച്ചപ്പോൾ ഇതിന്റെ കൂടെ ഒരു സ്റ്റിക്കറും പിന്നെ ഒരു ചെറിയൊരു താങ്ക് യു നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റിക്കർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനം. ഈ നോട്ട്ബുക്ക് മേടിക്കുമ്പോൾ സ്റ്റിക്കർ ഫ്രീ ആയിട്ട് ഇട്ടാന്ന് വെച്ചാൽ അത് ഭയങ്കര അടിപൊളി കാര്യമല്ലേ. ഇതിന്റെ ഫ്രണ്ട് പേജ് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റായി. എനിക്ക് ഈ പൂക്കളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്ലെയിൻ പേജസ് മാത്രമല്ല, നമുക്ക് ഡോട്ട് ആണെങ്കിലും ശരി, ഗ്രിഡ് ലൈൻ ആണെങ്കിലും ശരി, എല്ലാം ഇതിന്റെ അവൈലബിൾ ആണ്. ഈ സെയിം തന്നെ നമുക്ക് കിട്ടും. ഇതിന്റെ സൈസ് ഞാൻ അളന്ന് കാണിച്ചു തരാം കേട്ടോ, കാരണം വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു 21 സെന്റിമീറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വിത്ത് ആണെങ്കിൽ ഒരു 14 സെന്റിമീറ്റർ അത്രയൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കോർണർ വന്നിട്ട് ഇങ്ങനെ ഒരു കർവി ഷേപ്പ് ഉണ്ട്. സോ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജേർണൽ തുടങ്ങിയാൽ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ക്യാൻഡിൽ സൈഡിലോട്ടൊന്ന് കത്തിച്ച് വെക്കുക എന്നുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാൻഡിലിന്റെ മണം എന്ന് പറയുന്നത് സാൻഡൽവുഡിന്റെ മണമാണ്. ക്യാൻഡിൽ കത്തിച്ചിട്ട് അതിന്റെ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടും. നമ്മൾ ഇന്ന് മെയിൻലി ചെയ്യാൻ പോകുന്നത് ഒരു പുതിയതായിട്ടൊരു ബിഗിനർ ജേർണലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ജേർണൽ ഇൻട്രോ പേജ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ പേജ്. സോ ഇന്ന് ഞാനിവിടെ എൻ്റെ ജേർണലിന് ഒരു ആർട്ട് ഓഫ് ജേർണൽ എന്നൊരു ടൈറ്റിൽ പേജാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള നെയിംസ് ഒക്കെ സജസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ജേർണലിന്. ഈ കുറേ നേരം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചെയ്തിരിക്കുമ്പോഴത്തേക്കും പകുതിയാകുമ്പം നമുക്കൊന്ന് മടി വരും. പിന്നെ എടുത്ത് അടച്ചു വെച്ചിട്ട് പോകാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കണം, അതേപോലെ തന്നെ നമുക്ക് ജേർണൽ ചെയ്യണം, പിന്നെ സമയം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ ടൈറ്റിൽ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. കുറേ നേരമായിട്ട് മെനക്കെട്ടിരുന്നൊരു പരിപാടി കംപ്ലീറ്റ് ആയപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. സോ അപ്പം നമുക്ക് ഇനി കുറച്ച് അല്ലെങ്കിലത്തെ പരിപാടികളില്ലേ, നമ്മുടെ സ്റ്റിക്കറും സംഭവമൊക്കെ ഒട്ടിക്കൽ. സോ അതും കൂടെയൊക്കെ ചെയ്ത് നോക്കാം. ചെയ്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് നോ, നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഒരു പഴയ ഫോട്ടോ ആണ് കേട്ടോ. പുതിയ ഫോട്ടോസിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് വെക്കാൻ ഞാൻ മറന്നുപോയി. എൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ജേർണലിൽ എവിടെയെങ്കിലും ഒട്ടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിന്റെ പേജായിട്ട് പറയാം. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ഏജ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. സോ നമ്മളെപ്പറ്റി പേഴ്സണൽ ആയിട്ടുള്ള തിങ്സ്. ബട്ട് അതിപ്പോൾ വേറൊരാൾ നമ്മുടെ ജേർണലൊന്ന് എടുത്ത് നോക്കിയാലും നമുക്ക് പ്രശ്നമില്ല, പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സ്പേസിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ കോട്ട്സ് എന്തെങ്കിലും സംതിങ് എഴുതാം. സോ ഗൂഗിളിലൊന്നും കയറി അടിച്ചു മാറ്റാൻ വയ്യ. സ്വന്തമായിട്ട് ഞാൻ എഴുതി കൂട്ടിയ കുറേ പൊട്ടത്തരങ്ങളുണ്ട്. സോ അതിൽ നിന്ന് ഒരെണ്ണം ഇതിനകത്തോട്ട് എഴുതാം. പേജിൽ തിങ്സ് ഐ ലവ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു സംഭവം ചെയ്യാണ്. ഇതിന്റെ ഇൻസ്പോ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. സോ ഇതിനകത്ത് ജസ്റ്റ് ഒരു കളർ കോഡൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന ഒരു ഐഡിയ ആണിത്.
സോ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡോംസിൻ്റെ കളർ പെൻസിൽസ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം അല്ലാണ്ട് ഞാനിപ്പോൾ അക്രിലിക് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കെച്ച് പെന്നോ വല്ല യൂസ് ചെയ്താൽ എൻ്റെ പേജസ് കൊളാവും. അത് അപ്പുറത്തേക്ക് സ്പ്രെഡ് ആവാൻ നല്ല പണിയുണ്ട്. സോ അതുകൊണ്ടാണ് ഐ തോട്ട് ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിക്ക് ചെയ്തതിൽ ഈ പേജ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഈ പേജിൽ ഫുള്ളും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെറിയൊരു ജേർണലിങ്ങും പിന്നെ മീൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എന്നെപ്പറ്റി കുറച്ച് വേർഡ്സുകളിലൂടെ ഞാൻ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. Like I am a stronger and I am happiest person and I am a chubby girl or I am a cute. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ എഴുതാം. കാരണം നമ്മളെപ്പറ്റി വേറെ ആരും നല്ലതൊന്നും പറയാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ജേർണൽ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.